ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1733. ഇന്ന് സെപ്റ്റംബർ മാസം 28 272 ദിവസത്തിലെത്തി. യേശുവിന്റെ കഠിനമെന്ന് വേണമെങ്കിൽ നമുക്ക് മാറി നിന്ന് വ്യാഖ്യാനിക്കാവുന്ന വചനമുണ്ട്. യേശു പറയുകയാണ്, പ്രയോജനമില്ലാത്ത ആ ദാസനെ ഏറ്റവും പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. ഏത് കുറ്റാരോപിതനെയാണ്, ഏത് കുറ്റവാളിയാണ് എന്നത് അവിടെ അവശേഷിക്കട്ടെ. കഴിയുമെങ്കിൽ വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25 അധ്യായം ഒന്ന് വായിക്കേണ്ടതാണ്. അതിന്റെ 30 തിരുവചനമാണ് ഇത്. വീഴ്ചകളൊക്കെ നമുക്കും ഒത്തിരി പറ്റിയിട്ടുണ്ട്. അബദ്ധങ്ങൾ. അത് അജ്ഞത കൊണ്ടും അശ്രദ്ധ കൊണ്ടുമാകാം. അതിനേക്കാളും അപ്പുറത്ത് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്ന അഹന്ത കൊണ്ടുമാകാം. എത്ര തവണ വീണു എന്നതിനേക്കാളും എത്രയോ പ്രധാനമാണ് എത്ര തവണ എഴുന്നേറ്റു എന്നത്, എത്ര തവണ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചു എന്നത്. ഒരു തവണ എഴുന്നേൽക്കാൻ മടിച്ചാൽ പിന്നെ ഒരുപക്ഷെ ആയുസിന്റെ ബാക്കി കാലം മുഴുവൻ അവിടെ തന്നെ അങ്ങനെ കിടക്കേണ്ടി വരും. തിരുത്താനായിട്ട് ഒന്നും ഒട്ടും എളുപ്പമല്ല കേട്ടോ. അതിന് നിരന്തര പരിശ്രമവും കഠിനാധ്വാനവും പ്രതീക്ഷയും പ്രത്യാശയും കാത്തിരിപ്പും ഒക്കെ ആവശ്യമാണ്. ശരിക്കും ധ്യാനം നിറഞ്ഞൊരു മനസ്സ് വേണം. തെറ്റുകളെല്ലാം മിക്കവാറും പരസ്യമാണ്, പരസ്യമാക്കപ്പെടുന്നുണ്ട്, എങ്ങനെയൊക്കെ പരസ്യമാവുന്നുണ്ട്. അവിടുന്നുള്ള മടക്കയാത്ര പൊതുവെ അപൂർവമാണ്. എന്നാലും സംഭവിക്കുന്നൊക്കെയുണ്ട്. അത് വളരെ രഹസ്യമായി പോകുന്നുണ്ട്. ആരും കൂടെ അറിയുന്നുമില്ല. അറിഞ്ഞവർ ആരും അതൊന്ന് പ്രചരിപ്പിക്കുന്നുമില്ല. തിരുത്തലുകൾ എണ്ണുന്നതിനേക്കാളും ആളുകൾക്കൊക്കെ ഇഷ്ടം, കാണികൾക്കൊക്കെ ഇഷ്ടം തെറ്റുകൾ എണ്ണാനാണ്. തെറ്റുകളിൽ തന്നെ തുടരാനായിട്ട് നമുക്കും പല കാരണങ്ങളും ഉണ്ടാവും. പതിവായി നമ്മളത് പറയുന്നുണ്ട്. തെറ്റുകാരൻ എന്നൊരു പേര് വീണല്ലോ, ഇനി നന്നായിട്ടൊന്നും കാര്യമില്ലെന്നേ. പലതവണ ശ്രമിച്ചതാണ്, ഒന്നും നടന്നില്ല. ആരും ഇതൊന്നും കാണുന്നില്ലല്ലോ. അത്രക്ക് രഹസ്യമായിട്ടില്ല ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് ന്യായീകരണങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. തെറ്റിന്റെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മുടെ ബോധപൂർവമായ ഇത്തരം ന്യായീകരണങ്ങൾ. മടങ്ങി വരാനായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഉയർത്തെഴുന്നേൽക്കണമെന്ന ഉൾബോധം. ആ ഒരു ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള താല്പര്യം ക്രിസ്തുവേശു നമ്മളിൽ നിറച്ചു തന്നിട്ടുണ്ട്. ഓർക്കുക, തിരുത്താൻ കഴിയാത്ത തെറ്റുകളല്ല ആരെയും നശിപ്പിച്ചിട്ടുള്ളത്. പിന്നെന്താ, തിരുത്താമായിരുന്നിട്ടും തിരുത്താൻ ബോധപൂർവം ഞാൻ കൂട്ടാക്കാത്ത തെറ്റുകളാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.